ഈ കേരളം കൈവരിച്ച നേട്ടം ഇന്ത്യയിൽ ഏത് സംസ്ഥാനം ഇത്രയധികം നേട്ടം കൈവരിച്ചു? ആ നേട്ടങ്ങൾക്ക് സംഭാവന ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. 57-ലെ EMSൻ്റെ ഒന്നാം EMS ഗവൺമെൻറ്റും രണ്ടാം EMS ഗവൺമെൻറ്റും പിന്നീട് ഇവിടെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംഭാവന അതിമഹത്തായ സംഭാവനയാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1957 EMSൻ്റെ ഗവൺമെൻറ് 28 മാസമേ അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ ജനാധിപത്യത്തെപ്പറ്റി വലിയ അപ്പസ്തരന്മാരായി പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അന്നത്തെ നേതാക്കന്മാർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇവിടെ നടത്തിയ വിമോചന സമരവും ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് ഈ രാജ്യത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പോലും. ഈ സംസ്ഥാനത്ത് മാറി മാറി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാമൂഹ്യ പുരോഗതിക്ക്, കർഷക തൊഴിലാളി പെൻഷൻ, കുടികിടപ്പ് അവകാശം നൽകുന്നതിന്, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നതിന്, ഭൂമിക്ക് പരിധി, കൈവശം വെക്കുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചത്, ഇവിടെ ദുർബല ജനവിഭാഗങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് എല്ലാം കേരളത്തിൻ്റെ മഹത്തായ സംഭാവനയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് മഹത്തായ പങ്കാണ് എന്ന് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ, ഒരു വസ്തുത അംഗീകരിക്കുകയാണ് ഞാൻ. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിലുള്ളപ്പം ആ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നും അതിന് വിഘാതമുണ്ടാക്കുകയാണ് കോൺഗ്രസും UDFും ചെയ്തത്. എന്നും അതെ. ഇപ്പം കേന്ദ്രം ഭരിക്കുന്നത് BJPയുടെ ഗവൺമെൻറ്റാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. പണ്ട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പം 1947 മുതൽ ഇതപര്യന്തം പരിശോധിച്ചാൽ ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ഒന്നാം EMSൻ്റെ ഗവൺമെൻറ്റും രണ്ടാം EMSൻ്റെ ഗവൺമെൻറ്റും പിന്നീട് അധികാരത്തിൽ വന്ന സഖാവ് നായനാരുടെയും സഖാവ് VS അച്യുതാനന്ദൻ്റെയും ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ആവിഷ്കരിച്ച കർമ്മപരിപാടിക്ക് എന്നും തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കേന്ദ്രത്തിൽ കോൺഗ്രസിന് അധികാരമുള്ളപ്പോൾ സ്വീകരിച്ചതെങ്കിൽ ഇപ്പം ആ പങ്ക് BJPയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇരുന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. BJPയുടെ വഞ്ചനയും അവഗണനയും നേരിട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പരിപാടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എടുത്തു കാണിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ളവരാണ്. നിങ്ങളും അത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, പ്രതിപക്ഷത്തുള്ള MLAമാരും പോയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേരളം കൈവരിച്ച നേട്ടം ഏത് സംസ്ഥാനം കൈവരിച്ചു എന്ന് നെഞ്ചിൽ കൈവച്ച് ചോദിച്ചാൽ കേരളീയരായ നമുക്ക് നിശ്ചയമായും അഭിമാനിക്കാനുള്ള വകയുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ പുരോഗതി നെഹ്റുവിൻ്റെ നാടായ UPയിൽ പോലും ഇല്ല. പ്രിയമുള്ളവരെ, ഗുജറാത്തിൽ എന്തൊക്കെയാണ് നടന്നെന്ന് നമുക്കറിയാവുന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ നാടാണ്. അവിടെ നടന്ന മനുഷ്യ കശാപ്പെല്ലാം നമ്മൾ കണ്ടതാണ്, മനസ്സിലാക്കിയത്. അത് വെച്ച് നോക്കുമ്പം ഈ കേരളം നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടോ കർണാടകയോ ആന്ധ്രയോ അങ്ങ് പരിശോധിക്കുക, UPയും മധ്യപ്രദേശും എല്ലാം പരിശോധിച്ചുള്ളൂ. ഈ കേരളം വേറിട്ടാണ്. ആ കേരളീയരായ നമ്മൾ ഇവിടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൽ അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്, LDFിൻ്റെ ഗവൺമെൻറ് മഹത്തായ സംഭാവന ചെയ്തു. ഞങ്ങൾ ഉള്ളതുകൊണ്ട്, ഞങ്ങൾ ഈ സംഭാവന ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കും UDFിനും എന്തെങ്കിലും ചെയ്യാതെ പോകാനാവില്ല. ആ അവസ്ഥ കേരളത്തിലുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക.
അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. കാരണം എന്തെങ്കിലും ചെയ്യാതെ നിങ്ങൾക്ക് പോകാനാവില്ല. കാരണം ഞങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. 57-ൽ EMSൻ്റെ ഗവൺമെൻറ് മുതൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പിൽക്കാലത്ത് നായനാരുടെയും സഖാവ് VSൻ്റെയും ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇവിടെ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇടയ്ക്ക് അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിഴയ്ക്കാനാവില്ല. രാഷ്ട്രീയമായി തിരിച്ചടി നേരിടുമെന്നതുകൊണ്ട് നിങ്ങൾ ചിലതെല്ലാം ചെയ്യാൻ നിർബന്ധിതമായി എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ അംഗീകരിക്കുകയാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് പോകാനാവില്ല. കാരണം ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതിന്നും നാളെയും ഇത് പ്രസക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി തുടരുന്നിടത്തോളം കാലം, ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഏതേലും ഒരു സാഹചര്യത്തിൽ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാതെ പോകാനാവില്ല. അത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ മഹാന്മാരായ നേതാക്കന്മാർ, മഹാനായ EMSൻ്റെ ഗവൺമെൻറ് അടക്കമുള്ള ഗവൺമെൻറ്റുകൾ ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന കാര്യം അഭിമാനബോധത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇവിടെ വർഗീയ ലഹളയില്ല, വർഗീയ അസ്വസ്ഥതയില്ല. നിങ്ങൾ ഭരിക്കുമ്പോഴാണ് വർഗീയ അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഭരിക്കുമ്പം വർഗീയ അസ്വസ്ഥതയില്ല. അത് നിസ്സാരമായ കാര്യമല്ല. ചുമ്മാ ആവശ്യമില്ലാത്ത ഇടപെടൽ നടത്തേണ്ട. ഞാൻ അതിനകത്തൊന്നും വഴങ്ങുകയല്ല. എനിക്ക് പറയാനുള്ളത് തീർത്ത് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാച്ചു പൊക്കോളാം. ചുമ്മാ എൻ്റെ അവസരം എന്തിനു കയറി ഇടപെടണം? ഞാൻ അതിനൊന്നും വഴങ്ങില്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലെ. അതുകൊണ്ട് എൻ്റെ അവസരം എനിക്ക് തരണം. ഞാൻ വസ്തുതാപരമായി മാത്രമേ പറയുക. അതുകൊണ്ട് നിങ്ങളിപ്പം നാളെ UDF ഇനി ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും ചെയ്യാതെ നിങ്ങൾക്കും പോകാൻ പറ്റുകയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ അത്തരം ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. 57 മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമുള്ള ഇവിടെ വർഗീയതകൾ നടക്കാത്തതിന് ഞാൻ പറയാം, നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ചില വർഗീയ സ്വത്തതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മാറാട് സംഭവങ്ങളെല്ലാം. പക്ഷേ ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോഴും ഒരിക്കലും വർഗീയ ശക്തികൾ തലപോക്കുകയില്ല. ഒരിക്കലും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കർമ്മപരിപാടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. ഈ സംസ്ഥാനത്ത് ഞാൻ വഴങ്ങുന്നില്ല. ചുമ്മാ എൻ്റെ സമയം നിങ്ങൾ അപകരിക്കുന്ന. അതുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം നിസ്സാര കാര്യമല്ല. ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് ഈ സംസ്ഥാനത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വലിയ പങ്ക് വഹിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ കരുതുക. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത് വരെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പുറത്തിരിക്കുന്ന എൻ്റെ സ്നേഹിതന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, UDFൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം, നമ്മൾ ഈ കേരളത്തിലാണ്. സമാധാനമായ അന്തരീക്ഷമുണ്ട്. അസമാധാനം ഒന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ നോക്കുന്നില്ല. എല്ലാവരും ഐക്യത്തോടു കൂടി നല്ല പുരോഗതി ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുക. അതിന് തടസ്സമുണ്ടാക്കേണ്ട. ഇതേ വലിയ പ്രശ്നം ഡൽഹിയിലിരിക്കുക നമുക്കെതിരെ. നിങ്ങളും ഞങ്ങളും ഭയപ്പെടേണ്ട ശക്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് അവിടെ എന്തൊക്കെയായിരിക്കും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് ഒരുറപ്പുമില്ല, നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. അത്തരൊരു ആപത്താണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. അതിനെ നേരിടുന്നതിനുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ കേരളത്തിൽ കിടന്ന് ഞങ്ങൾ ഭരിക്കുമ്പോൾ അതും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരെ ഉപജാപം നടത്താതെ നിങ്ങൾ കോൺഗ്രസ് അഖിലേന്ത്യാ തോതിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ നേതൃത്വം കൊടുക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിലുണ്ടല്ലോ, ഞങ്ങളതിനെയൊന്നും നിഷേധിക്കുന്നില്ല. കാരണം ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഇതിനെ നേരിടുകയല്ല, വേറെ പോകാൻ വഴിയൊന്നും നമ്മുടെ മുമ്പിലില്ല.
അതിന് ഇട്ടായാലും മറ്റുള്ള ഈ കൊച്ചു കേരളത്തിൽ കിടന്ന് നമ്മൾ ഗുസ്തി പിടിച്ചിട്ട് വലിയ കാര്യമില്ല. ഞങ്ങളെ നിങ്ങളിപ്പോൾ അംഗീകരിക്കുകയല്ലാതെ ഉൾക്കൊള്ളുകയല്ലാതെ വേറെ യാതൊരു പോംവഴിയുമില്ല. ഞങ്ങൾ കാലാവധിയെ തുടർഭരണം കിട്ടിയിരിക്കുന്നു. ഈ കാലാവധി പൂർത്തിയാക്കാൻ വീണ്ടും തുടർഭരണം കിട്ടും. അതിനുള്ള കർമ്മ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവിഷ്കരിക്കുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ സർവാത്മന പിന്താങ്ങിക്കൊണ്ട് ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.